ignites. All sequences After on. PS1 continues to burn for 152 seconds. Operational time for PS3 is 124 seconds. PS4 will operate for 247 seconds. Then the injection parameters will be achieved. Seconds. Real-time programs activated. Minus 25 seconds. VSPP opened. Minus 20 seconds. Minus 15 seconds. प्रमोशन से 15 सेकंड की दूरी पर 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Lift off normal. Bright morning of the New Year's Day made brighter by a majestic liftoff. PSLV C-58 carrying India's X-ray polarimetric satellite towards its destination. जी हाँ, इस वर्ष का प्रथम प्रमोशन श्रीहरिकोटा के प्रथम प्रमोशन പ്രേക്ഷകരെ ISROയുടെ അഭിമാന ദൗത്യം കുതിച്ചുയരുകയാണ്. തമോഗർത്തത്തിനെയും ന്യൂട്രോൺ നക്ഷത്രത്തിനെയും പഠിക്കാനുള്ള എക്സ്പോസാറ്റ് ഇപ്പോൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സെന്ററിൽ നിന്നാണ് ഈ വിഷയം ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കാണുന്നത്. ഇന്ത്യയുടെ സ്വപ്നച്ചിറകിൽ ഒരു തൂവൽ കൂടി തിരികൊണ്ട് ISRO പുതിയ ചരിത്രം എഴുതുന്നു. ഈ പുതുവത്സര ദിനത്തിൽ നമുക്കൊക്കെ അഭിമാനകരമായ ഒരു നേട്ടത്തിൽ കൂടി ISRO കാലെടുത്ത് വയ്ക്കുന്നു. യഥാർത്ഥത്തിൽ തമോ ഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ഗവേഷണ സാധ്യതകൾ പങ്കിടുന്ന എക്സ്പോസാറ്റ് വിക്ഷേപണം അതിൻ്റെ തത്സമയ വിവരങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരിക്കൽ ഒരുപക്ഷെ ഈ പുതുവത്സര ദിനത്തിൽ ലോക ശാസ്ത്ര രംഗത്ത് നമ്മുടെ കുതിച്ചുകയറ്റം പ്രകടമാക്കുന്ന മറ്റൊരു നേട്ടത്തിന് കൂടി ISRO സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യം. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു. മനീഷ് മൂർത്തി, അഭിമാനകരമായ നിമിഷങ്ങളിലൂടെ ഓരോ ഭാരതീയനും കടന്നുപോകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? दोनों स्ट्रैप-ऑन्स को यान से पृथक कर दिया गया है तथा कोर बूस्टर अभी भी प्रज्वलित है. SKN വിക്ഷേപണം, അതായത് വിക്ഷേപണത്തിന്റെ ആദ്യഘട്ടം, ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയകരം എന്ന് തന്നെ ISRO പ്രഖ്യാപിച്ചിരിക്കുന്നു. വിക്ഷേപണം വിജയകരമായി തന്നെ നടന്നിരിക്കുന്നു. 21 മിനിറ്റുകളാണ് ഈ ദൗത്യത്തിന്റെ ഒരു സമയമെന്ന് പറയുന്നത്. 21ാമത്തെ മിനിറ്റിലാണ് എക്സ്പോസാറ്റ് ഓർബിറ്റിൽ വിക്ഷേപിക്കുക, ഓർബിറ്റിൽ എത്തിക്കുക. എന്തായാലും വലിയ ഒരു ചരിത്രപരമായ ഒരു ദൗത്യം, ഏറെ അഭിമാനകരമായ ഒരു ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു ISRO. നമുക്കറിയാം 2023 വിജയങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയായിരുന്നു ISROയെ സംബന്ധിച്ച്. അത്ര അഭിമാനകരമായ നേട്ടങ്ങൾ 2023 ISRO നേടിയെടുത്തു. ഓരോരോ ദൗത്യങ്ങളും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. എന്തായാലും 2024 ആദ്യ ദിനത്തിൽ തന്നെ, പുതുവത്സര ദിനത്തിൽ തന്നെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് തന്നെ ISRO കാലെടുത്ത് വെക്കുന്നു, ബഹിരാകാശത്തേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ എക്സ്പോസാറ്റ് എന്ന് പറയുന്ന പ്രധാന ഉപഗ്രഹമാണുള്ളത്. 10 ചെറിയ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ പേലോഡുകളൊക്കെ ഇതിനകത്തുണ്ട്. അത് ലോവർ ഓർബിറ്റുകളിൽ എത്തിക്കുക എന്നൊരു ദൗത്യം കൂടിയുണ്ട് PSLV C-58 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടി എന്തായാലും ഈ PSLVക്കുണ്ട്, ഈ ഒരു വിക്ഷേപണത്തിനുണ്ട്. അത് 650 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എക്സ്പോസാറ്റിനെ വിക്ഷേപിച്ചതിന് ശേഷം അതിനുശേഷം 350 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങി, അതായത് ഭ്രമണപഥം മാറ്റി ഡീവിയേറ്റ് ചെയ്ത് 350 കിലോമീറ്റർ താഴെ ഇറങ്ങി ലോവർ ഓർബിറ്റിൽ ഒരു എക്സ്പെരിമെന്റ് പ്രോഗ്രാമിംഗ് കൂടി ഇന്ന് നടക്കുന്നുണ്ട്. അത് അതായത് ഒരു പോം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വിക്ഷേപിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നൊരു ദൗത്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് വിവിധ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്ന സ്പേസ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ആ പോം എന്ന് പറയുന്ന ആ ഒരു ഉപകരണം എന്തായാലും അവിടെ വിക്ഷേപിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വളരെ സുപ്രധാനമായ ഒരു ദൗത്യം കൂടി ഇന്ന് എന്തായാലും PSLV C-58 എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ 10 ചെറു പേലോഡുകൾ കൂടി ഇതിനുള്ളിൽ, അതെല്ലാം എല്ലാ ദൗത്യവും ഇന്നിപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം തിരുവനന്തപുരം LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച VSAT എന്ന് പറയുന്ന ഒരു പേലോഡ് കൂടി ഇതിന്റെ ഭാഗമായി എന്തായാലും ഇന്നിപ്പോൾ ഉണ്ട്. അങ്ങനെ വളരെ അഭിമാനകരമായ ഒരു ദൗത്യം തന്നെയാണ് ഇന്നിപ്പോൾ ISRO നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം, അതായത് വിക്ഷേപണം എന്ന് പറയുന്ന ആദ്യഘട്ടം വിജയകരമായിരിക്കുന്നു. സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ
ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നാണ് അല്പസമയം മുമ്പ് PSLV C-58 എക്സ്പോസാറ്റുമായിട്ട് കുതിച്ചുയർന്നിട്ടുള്ളത്. അത് അതിന്റെ ഓരോ ഘട്ടങ്ങളും വിജയകരമായി തന്നെ പൂർത്തീകരിക്കും എന്നുള്ളത് ഓക്കെ, താങ്ക് യു മനീഷ് മൂർത്തി. ഓരോ ഭാരതീയനും അഭിമാന നിമിഷമുണ്ടാക്കി ISRO പുതിയ ചരിത്രം എഴുതുന്നു. ഈ പുതുവത്സര ദിനത്തിൽ എക്സ്പോസാറ്റ് വിക്ഷേപണം വിജയകരമായി നടത്തിയിരിക്കുന്നു. ISRO സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഈ വിക്ഷേപണം നടന്നത്. തമോ ഗർത്തങ്ങളെക്കുറിച്ചും ന്യൂട്രോൺ നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കാനുള്ള എക്സ്പോസാറ്റാണ് വിക്ഷേപിച്ചത്. 9:10 തന്നെ വിക്ഷേപണം നടന്നു. ആദ്യഘട്ടം പൂർണ്ണ വിജയത്തിലാണെന്ന് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നു. ISROയുടെ നേട്ടത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ കൂടിയായിരിക്കുന്നു എക്സ്പോസാറ്റ്. മനീഷ് മൂർത്തിയാണ് ചെന്നൈ വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.